പാർട്ടി മാത്രല്ല, ഇത് കല്യാണങ്ങള്, മറ്റേ ഏത് നമ്മൾ വിചാരിക്കാത്ത ട്രിപ്പുകള്, ബൈക്ക് ട്രാവൽസ്, കൊമ്പൻ ബസ്, കൊമ്പൻ ബസിന്റെ മെയിൻ അവരുടെ ആന്തമായിരിക്കും ഒരു സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. വൈഫ് ഇവിടെ കൂടെ ഇരുന്നു. കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചുമ്മാ ട്രൈ ചെയ്ത് നോക്കും എന്ന് കാഷ്വലി പറഞ്ഞതാ. അല്ലല്ല അതല്ല അതിലൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്ന സംഭവം ഉണ്ട്. ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ എക്സ്പെക്ടഡ്. കോമഡിയാ. ഇവളെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് സിനിമ ഫീൽഡ് വെച്ച് ബാക്കി ഏത് ഫീൽഡിലും കുഴപ്പമില്ല, കൃത്യമായിട്ട് ഞാൻ തന്നെ എത്തിയിട്ടുണ്ട്. സായന വാർത്തകളിലാണ് ഞങ്ങൾ മീറ്റപ്പ് ചെയ്യണമെങ്കിലും പിന്നീട് ഞങ്ങൾ ഔട്ട് ഓഫ് ഫിലിമിന്റെ പുറത്ത് വർക്കിന് പുറത്തായിട്ട് ഞങ്ങൾ ഫാമിലീസായിട്ട് അത്യാവശ്യം കണക്റ്റഡ് ആയി. എനിക്ക് തോന്നുന്നു ഡാർവിന്റെ പരിണാമങ്ങളിലും 2016 കണ്ടാണ് ഡാർവിൻ പറഞ്ഞത്. അതിൽ ഇത്തരത്തിലൊരു മിക്സ് ഉണ്ട്, മീൻസ് ഒരു സോങ് പുണ്യാള സോങ്. അപ്പൊ അന്നും ഒരു എക്സ്പെരിമെന്റ് സംഭവം അവിടെ ഉണ്ട്. പക്ഷെ മെലഡിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ്പെരിമെന്റേഷൻ പരിപാടികളൊക്കെ എങ്ങനെയാണ് ചെയ്തു നോക്കുന്നത്? സിറ്റുവേഷനും സ്റ്റോറിയാണ് ശരിക്കും ഇൻസ്പയർ ചെയ്യുന്നത്. അതെ സ്റ്റോറിയാണ് ശരിക്കും. ഓ പുണ്യാള ട്രാക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അന്ന് മലയാളം അതിന് ഉണ്ട്, റാപ്പ് സോങ്സ് ഒക്കെ ഉണ്ട് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയി റാപ്പ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് സോങ്ങുകൾ അതിനുവേണ്ടി ട്രൈ ചെയ്തു നമ്മൾ, ഒന്നും ഡയറക്ടർ വർക്കൗട്ട് ആയില്ല. അങ്ങനെ ഞാനും എന്റെ ഫ്രണ്ടായ പയസ് എന്ന് പറഞ്ഞിട്ടും അരുൺ എന്ന് പറഞ്ഞിട്ടും സുഹൃത്തുക്കളുണ്ട് രണ്ടുപേരും. ഇവരാണ് അതിന്റെ ലിറിക്സ് ചെയ്തത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് 3 പേരും കൂടി രാത്രി ഷൂട്ടിന് ഏകദേശം 2-3 ദിവസം ബാക്കിയുള്ളൂ. ഇങ്ങനെ നമുക്ക് നീ എന്തെങ്കിലും ലിറിക്സ് ചെയ്ത് നമുക്കത് ചെയ്ത് നോക്കാം എന്ന സെറ്റപ്പിൽ ലിറിക്സ് ചെയ്തിട്ട് ചെയ്ത സാധനമാണ് ഈ ഓ പുണ്യാള എന്നുള്ള ട്രാക്ക്. നമ്മൾ രാത്രി കുറെ ഇരുന്ന് കുറെ റിവിഷൻസ് ചെയ്ത് ഇങ്ങനെ സിറ്റുവേഷൻ അറിയാലോ, റിവഞ്ച് ആണല്ലോ ശരിക്കും. പൃഥ്വിരാജിന്റെ റിവഞ്ചാണ്, ചെമ്പന്റെ ആ മോട്ടിച്ച് സാധനങ്ങൾ തിരിച്ചെടുക്കുക. അപ്പൊ ആ സാധനങ്ങളുടെ പേര് എഴുതി വെച്ച് അങ്ങനെയൊക്കെ ഏറ്റവും വൈൽഡസ്റ്റ് തോട്ടായി അവിടെ. ശരിക്കും അവരുടെയും കൂടി ഒരു ശരിക്കും ഇൻ തോട്ട്സ് ആണ് ആ സോങ് അങ്ങനെ സംഭവിച്ചത്. എക്സ്പെരിമെന്റ് ശരിക്കും പറഞ്ഞാൽ പല ആർട്ടിസ്റ്റിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തന്നെ അവരെയൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടി മീറ്റപ്പ് ചെയ്യുമ്പോഴാണ് ഒരു എക്സ്പെരിമെന്റ് ആവണത്. ഫോഴ്സ്ഫുള്ളി ഒരു മെലഡി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. ഇതിലും ജയഗണേഷിലും ആരംഭമായി എന്നുള്ള ട്രാക്ക് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ഒരു സിറ്റുവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അത് ലവ് സോങ് അല്ല, ഒരു ഒന്നും പറയാൻ പറ്റില്ല. അതിൽ സിനിമയിൽ നടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മാത്രമുള്ള ഒരു സോങ് ആണ്. അപ്പൊ എന്ത് ജോണറിൽ ചെയ്യും, ഇതൊക്കെ ഒരു ചലഞ്ചായിരുന്നു ആക്ച്വലി. പിന്നെ അങ്ങനെ സംഭവിച്ചു പോയി എങ്ങനെയൊക്കെയോ. എന്താ പറയുക, ഫേവറേറ്റ് എല്ലാ പാട്ടുകളും ഫേവറേറ്റ് അറിയാം. പക്ഷെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന രണ്ടുപേരുടെ ഞാൻ ചോദിക്കുന്നത്. 4 years ഒക്കെ ആണെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചിരുത്തി നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടോ ശരിക്കും? മീൻസ് ഏതെങ്കിലും ഒക്കെ? ആക്ച്വലി ഹസ്ബൻഡ് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇമോഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മ്യൂസിക് വഴിയാന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എല്ലാം മ്യൂസിക്കിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പുള്ളിക്ക് അറിയാം. അതായത് അതാണ് കൂടുതൽ പറ്റുക. ബാക്കി എക്സ്പ്രസ് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ അടുത്ത് നേരിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ചിലപ്പോ ചുമ്മാ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇരുന്ന് പിയാനോയിൽ ചുമ്മാ എന്തെങ്കിലും കമ്പോസ് ചെയ്ത് ഇതാക്കും ചില സമയത്ത്. എന്താ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് വർത്താനം പറയണതിനെക്കാട്ടിലും അല്ലെങ്കിൽ കൂടുതൽ മ്യൂസിക്കലി റൊമാൻറ്റിക്കോ അല്ലെങ്കിൽ സാഡ് ആവാനോ ഒക്കെ അറിയാം. മ്യൂസിക്കലി എക്സ്പ്രസ് ചെയ്യാനല്ലാന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ പേഴ്സണലി പറഞ്ഞത് നേരത്തെ പറഞ്ഞ സണ്ണിയിലെ ആ ട്രാക്കാണ് കൂടുതലും നമുക്ക് കണക്റ്റായ ഒരു ട്രാക്ക്. കുട്ടിക്ക് വേണ്ടി ചെയ്യണ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞ സാധനം. ആ ഒരു പാട്ടാണ് കൂടുതലും പേഴ്സണലൈസ് ആയത്. പിന്നെ ഇല്ലല്ലേ 4 years അല്ല അതല്ല, അത് ഞാൻ എഴുതിയതല്ലേ. എനിക്ക് പൊതുവെ കമ്പോസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടം ഇവർക്ക് ചെപ്പതിലെ ആപ്പേ വീലേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രാക്കാണ്. എല്ലാം ഇഷ്ടമാണ്. ഈ പറയുന്ന കമ്പോസ് ചെയ്യുമ്പോൾ ഞാനും കേൾക്കാറുണ്ട്, എന്നിട്ട് എന്റെ അഭിപ്രായങ്ങളും പറയാറുണ്ട്. അല്ല, ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ പറയും നിന്റെ ഫേവറേറ്റ് ട്രാക്ക് ഏതാന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ പ്രതീക്ഷിക്കുന്നത് സണ്ണിയിലെ ട്രാക്ക് ആയിരിക്കും. പക്ഷെ അവൾക്ക് ഇഷ്ടം 4 years ഒരു ക്ലൈമാക്സ് സോങ് ഉണ്ട് എഴുതിയതില്. സണ്ണിയിലെ ഇഷ്ടമാണ് കാരണം ഫസ്റ്റ് എഴുതിയൊരു സോങ് ആണ്. ഫസ്റ്റ് ഫിലിമിലേക്ക് അല്ലെങ്കിൽ എനിക്ക് സോങ് എഴുതാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കിയ ഒരു സോങ് കൂടിയാണ് സണ്ണിയിലെ നീ വരും. അതിന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്
കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൻസിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിലും ഞാൻ എഴുതിയിൽ വെച്ച് എനിക്കിഷ്ടം 4 Yearsലെ നിന്ന ഓർമ്മ പൂക്കൾ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അത് അധികാരം കേട്ടിട്ടില്ല. മൂവി കാണുന്ന കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും കുറെ പേർക്ക് ഇഷ്ടമായിരുന്നു. ഈ കോളേജ് ലൈഫില് പറഞ്ഞ പോലെ പ്രണയം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായവർക്ക് അത് നന്നായി കണക്ട് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് കുറച്ച് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മ്യൂസിക് വീട്ടിൽ തന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എഴുത്തിൽ അത് എത്രമാത്രം ഹെൽപ്ഫുൾ ആണ്? മീൻസ് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും നമ്മളിപ്പോ എഴുതിക്കൊണ്ട് ചിലപ്പോ ലിറിക്സിനനുസരിച്ച് നമുക്ക് ബീറ്റുകൾ മാറ്റേണ്ടി വരും, അങ്ങനത്തെ പരിപാടികളൊക്കെ വരും, റീവർക്ക് പരിപാടികളൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പോ പരിപാടി എങ്ങനെയാണ് വർക്കാവുന്നത്? ചില സമയത്ത് ഞാൻ ഈ വേർഡ് എനിക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ ഈ വേർഡ് വന്നാല് നല്ലതായിരിക്കും, അതുകൊണ്ട് ഇങ്ങനത്തെ ട്യൂണിൽ അത് എഴുതുമ്പോഴുള്ള ട്യൂണ് ഇങ്ങനെ പോയാ അത്യാവശ്യം റിതമിക് സെൻസ് ഉണ്ട്. ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അതല്ല, അതിൽ കൂടുതൽ എഴുതുമ്പോൾ ആ നമ്മൾ കൊടുത്ത ട്യൂണിന് മാച്ച് ആയിട്ടുള്ള ആ ഒരു പോയട്രി പ്ലസ് ആ ഒരു ട്യൂണിൽ ഫിറ്റ് ആവുന്ന വാക്കുകൾ മലയാളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. എല്ലാവരും പറയാറുണ്ട് വർക്ക് ചെയ്യണ ലിറിസിസ്റ്റ് എല്ലാവരും മലയാളമാണ് ഏറ്റവും പറഞ്ഞ മാതിരി സാധനം കിട്ടും. അങ്ങനെ വേറുണ്ടോ? ഓർഗാനിക്കലി വരണം കേട്ടോ, നമ്മള് ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്തിട്ടില്ല. ഇത് മൂഡുണ്ടെങ്കിൽ തന്നെ ഞാൻ പോയി ഇരിക്കാറുള്ളൂ. എല്ലാ സിനിമ അല്ലെങ്കിൽ എല്ലാം കമ്പോസ് ചെയ്യുമ്പോഴൊന്നും ഞാൻ എഴുതണം അല്ലെങ്കിൽ എനിക്ക് എഴുതണം എന്നൊന്നും പറഞ്ഞ് പിന്നെ ബുക്ക് എടുത്ത് പോകാറില്ല. എനിക്ക് ചില കമ്പോസിഷൻ ഇഷ്ടമാകുമ്പോ ഇത് ഞാൻ എഴുതി നോക്കാം, അല്ലെങ്കിൽ ചിലത് ഇതൊന്ന് ഡെമ്മ എഴുതുന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഒരു മൂഡിനനുസരിച്ച് ഒക്കെ എഴുതുന്നു. ദൈവമുണ്ട്, അപ്പൊ അവന്റെ കാര്യത്തില് ഞാൻ കുറച്ചും കൂടി സൈഡ് കുറച്ച് ഡൈവേർഷൻ അങ്ങോട്ട് വന്നു തുടങ്ങി. അപ്പൊ പിന്നെ ഇതിലാവുമ്പോഴേ ഫുള്ളി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണല്ലോ, അതുകൊണ്ട് ആ ടൈം എല്ലാം നോക്കിയിട്ട് എല്ലാം ഒത്തുവന്ന മാത്രമേ ഇരിക്കാറുള്ളൂ. അപ്പൊ നമ്മള് കല്യാണത്തിന് പറഞ്ഞ എനിക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് എനിക്ക് രണ്ടുപേരുടെ കേൾക്കുന്നത് ശങ്കർ ബ്രോ എങ്ങനെയാണ്, ഫാമിലി എങ്ങനെയാണ് ഈ മ്യൂസിക്കിൽ ഇപ്പോൾ? പണ്ട് നമുക്കൊരു ലൈഫ് ഉണ്ടല്ലോ, ഇപ്പൊ എത്രമാത്രം ഫാമിലി അതിനകത്ത് വർക്ക് ആവുന്നുണ്ട് മ്യൂസിക് പ്രൊഡക്ഷനിലും പരിപാടിയിലും തോട്ടിലും കാര്യങ്ങളിലൊക്കെ ഇവിടെയും അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഒരു വേറെ സ്റ്റുഡിയോയിൽ പോയിട്ടാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്താണ് ഫാമിലി ലൈഫും ഇത് ബാലൻസിങ് കാര്യങ്ങളും ഒത്തിരി എഫക്ട് ചെയ്താണ്. ഇത് ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ വീടിനകത്താ, ഇവര് പ്രത്യേകിച്ച് വേറെ സ്ഥലത്തായിട്ടെങ്കിൽ ഫീൽ ചെയ്യാറില്ല. അപ്പൊ ഞാൻ മിക്കപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുക്കുമ്പോ കുട്ടിയും വരും സ്റ്റുഡിയോയിലേക്ക്, ഇവിടെ വരും, ഹൃദയ പേര്. ഇവർ രണ്ടുപേരും കൂടുതൽ സമയം അതിനകത്തുണ്ടാവും. പിന്നെ ആരെങ്കിലും എന്നെ മീറ്റ് ചെയ്യാൻ വരുമ്പോഴൊക്കെയാണ് ഇവരൊക്കെ പുറത്തു പോയിക്കുക. അങ്ങനെ ബേസിക്കലി അങ്ങനെ ഒരു മുമ്പുള്ള ലൈഫിൽ നിന്നും ഫാമിലി വന്നിട്ട് അങ്ങനെ ഒരു എനിക്ക് കൂടുതലും മൈൻഡ് വൈസ് ഒത്തിരി കാമായുണ്ട് സത്യം പറഞ്ഞാൽ. മുമ്പ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അത് ശരിക്കും ഒത്തിരി മാറിയിട്ടുണ്ട്. എന്നാൽ വേറെ സൈഡിൽ ഒരു പ്രശ്നം കൂടെ ഉണ്ട്, ഇവര് എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള സംഭവം ഉണ്ട് കേട്ടോ. ഇതിന്റെ ബാലൻസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ശരി, എങ്ങനെയാണ് എനിക്ക് ആക്ച്വലി എനിക്ക് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഭയങ്കര ഡിഫൈൻ ചെയ്യണം എന്നുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സോ ഫാർ സോ ഗുഡ് ആണ് ലൈഫ്, കുഴപ്പമില്ലാണ്ട് പോണു. അപ്പൊ എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ അല്ല, നിങ്ങളുടെ സമയങ്ങളിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പാട്ടുകളുണ്ടല്ലോ, മീൻസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന തരം സോങ്ങുകൾ അതെത്തരത്തിലുള്ളത്? ഞാൻ കൂടുതലും കേൾക്കണത് മറ്റേ ഡാഫ്റ്റ് പങ്ക്. ഞാൻ കുറച്ചും കൂടി EDM ഇപ്പോട്ടോ, ഇപ്പോഴത്തെ ഒരു നമുക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പൊ ഞാൻ കറന്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞൊരു ഫിലിം ഗഗനചാരിയാണ്. അതിന്റെ ഒരു മൂഡും സെറ്റും വേറെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജോണറായിട്ട് വരുന്നത് ഈ EDM, ഒരു ഫ്രഞ്ച് മ്യൂസിക് ആയിട്ടുള്ള ആ ഒരു ഇതിൽ പെട്ട ഡാഫ്റ്റ് പങ്ക്. ഈ രണ്ട് ആർട്ടിസ്റ്റാണ് കട്ട ഫോളോയിങ് ആയിട്ടുള്ളത്. അതിപ്പോ ഞാൻ കേട്ട് കേട്ട് ഉള്ള അനിയനും അതിന്റെ ഫാനായി മാറി. എന്റെ ഈ പറഞ്ഞ ഈ ഡാഫ്റ്റ് പങ്ക് ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളാണ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ വെബ് സീരീസ് വരെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ട് കേൾക്കുന്നത് അലക്സാണ്ടർ ഡെസ്പ്ലാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫോളോയിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ക്ലാസിക്കലും കേൾക്കാറുണ്ട്,
EDM കേൾക്കാറുണ്ട് കൂടുതലും. പക്ഷെ ചെയ്യണത് മൊത്തം മെലഡി. അങ്ങനെ റിസ്ക് എടുത്ത പരിപാടി ചെയ്യാറുണ്ടോ? ഡയറക്ടർ വില്ലിങ് എല്ലാം ഒരുമിച്ച് ഒത്തുപോകാൻ നടക്കും. അതെ അതെ, സിനിമയ്ക്ക് എങ്ങനെയാണ് ഫിറ്റ് ആവാന്നുള്ളത് അതനുസരിച്ച്. അതെ അതെ അതെ. ജയ് ഗണേഷ് അപ്പൊ എങ്ങനെയാണ് നിങ്ങളൊരു പരിപാടി? രണ്ടുപേരെ അതിനകത്ത് ഇതിട്ടിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ജയ് ഗണേഷിൽ ആക്ച്വലി വളരെ കുറച്ച് ഇതൊരു സിറ്റുവേഷൻ വന്നു. അന്ന് ഇത് ഒത്തിരി നാളായി ആക്ച്വലി തുടങ്ങിയിട്ട്. കഴിഞ്ഞ നവംബർ സമയത്താണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്, ജയ് ഗണേഷിന്റെ മ്യൂസിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് സ്ക്രാച്ച് ഉണ്ടാക്കിയ ഒരു ട്രാക്ക് മാത്രമാണ് ഇത്. കൂടുതലും ഇതില് അസോസിയേറ്റ് ചെയ്ത ലിറിക്സിസ്റ്റുകൾ കൂടുതലും പുറത്തുനിന്ന് ആണ്. ഇത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ പാർട്ട് ഓഫ് ട്രാക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഡയറക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ മതി. മീൻസ് നമുക്കറിയാലോ അയാളുടെ ഡയറക്ടറിന്റെ ഒരു കൺവിക്ഷൻ ആണ് സിനിമ. അപ്പൊ അത് തന്നെയാണ് മ്യൂസിക്കിൽ ഒരു സിനിമ പറയുന്നുണ്ട് എപ്പോഴും. അത് എത്രത്തോളം നിങ്ങൾ തമ്മിൽ ഒരു സംഭവം ഞാൻ കണ്ടിടത്തോളം പുള്ളി ഭയങ്കര ഫണ്ണായിട്ടുള്ള, ഭയങ്കര ഹാപ്പി ഗോ പേഴ്സൺ ആയിട്ട് തോന്നി. അതെ അതെ അതെ. രഞ്ജിത്ത് സാറ് നമുക്ക് എപ്പോഴും, എന്നെ സംബന്ധിച്ച് എപ്പോഴും ഒരു സ്റ്റോറി എങ്ങനെ നരേറ്റ് ചെയ്യുന്നു, അതെങ്ങനെ എടുക്കുന്നു, അല്ല എങ്ങനെ നരേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് എൻ്റെ ഉള്ളിൽ മ്യൂസിക് ഇവോൾവ് ആവും. എന്നെ കൊണ്ട് എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളെല്ലാം അത്യാവശ്യം ഫിലിം ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ കുറേ ഒരു സെറ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഉണ്ടാക്കിയിരിക്കും. കാരണം രഞ്ജിത്ത് സാറിനെ പറഞ്ഞിട്ടുണ്ട്, നീ ഫിലിം കണ്ട് ചെയ്യാനേക്കാളും ഏറ്റവും നല്ലത് നീ ഒരു സാധനം ആലോചിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ അങ്ങനെയാണ് കൂടുതലും വർക്ക് ചെയ്തത്. ഇതിലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുക്കുക വെച്ചാൽ ഇതിലത്തെ ഒരു 80% 75% ഓഫ് ഒരു സ്കോറുകളും ഉണ്ടാക്കി വെച്ചതാണ്. നമ്മൾ സിനിമ ഷൂട്ടിങ്ങിന് മുമ്പ് ചെയ്ത് വെച്ച സാധനങ്ങൾ ഇതെടുത്ത് പ്ലേസ് ചെയ്യലായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി. അത് എവിടെ എങ്ങനെ എത്ര ടെമ്പോയില് എങ്ങനത്തെ സ്കെയിലിൽ ഇതൊക്കെ ആ ഒരു മൂഡ് ഷിഫ്റ്റിനനുസരിച്ചിട്ട് അത് പ്ലേസ് ചെയ്യലായിരുന്നു ശരിക്കും ഏറ്റവും ഇതിലൊരു ബുദ്ധിമുട്ട് കയറിയ ജോലി ഉണ്ടായത്. സാറിൻ്റെ ഒപ്പം എപ്പോഴും വർക്ക് ചെയ്യാൻ ഫ്രീ തന്നെയാണ്. ഒരു യാതൊരു ടെൻഷൻസ് ഇതുവരെയായിട്ടും അങ്ങനെ ഈ പറഞ്ഞ ഒരു ഡേറ്റ് ഇട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രഷർ ഉണ്ട്. പക്ഷെ ഡയറക്ടർ സൈഡിൽ നിന്നുള്ള ഒരു പ്രഷർ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഭയങ്കര ഫ്രീ പറഞ്ഞ കേട്ട് പോകും ആണ്. അപ്പൊ നിങ്ങൾ ഈ കോംബോ ഇനിയും കാണാൻ പറ്റുമോ? സംഭവിക്കട്ടെ. അപ്പൊ ഒരുപാട് നല്ല പാട്ടുകൾ വരട്ടെ. ചെയ്തത് ഒരുപാട് നല്ല പാട്ടുകളാണ്. അത് ഈ പറഞ്ഞ ഞാനിപ്പോ റിസർച്ചിന്റെ ഭാഗമായി തിരിച്ചു പോയപ്പോഴാണ് കണ്ടത് ഈ കോംബോ ആണ് ഇതൊക്കെ ഞങ്ങൾക്ക് സമ്മാനിച്ചതെന്ന്. അപ്പം എടുത്ത ഡിസിഷൻ ഒത്തിരിക്കലും തെറ്റായി പോയിട്ടില്ല ഞങ്ങൾ പറയുന്നു. അപ്പൊ എന്താണ് നല്ല നല്ല പാട്ടുകളുടെ ഭാഗമായിട്ട് നല്ല നല്ല സിനിമയുടെ ഭാഗമായിട്ട് കാണട്ടെ. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും അംബിഷൻ അല്ലെങ്കിൽ ഇതൊരു സംഭവം ഉണ്ടോ? ഞാൻ ആക്ച്വലി വേറെ പ്രൊഫഷൻ വേറെ ഏതാണ്? അല്ല, കണ്ടന്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഹോസ്പിറ്റൽ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും മര്യാദ ഈ ഒരു പഠിച്ചത് സോങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എഴുതി അത് എനിക്ക് ആ ഒരു ഫിറ്റ് ആവുമ്പോഴേ അല്ലെങ്കിൽ കേട്ടിട്ട് ഓക്കെ ആണ് നമ്മള് ഒരാളെ അല്ലെങ്കിൽ പുറത്തൊരാളെ പറയുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് അതെനിക്ക് വേറെ ഒരു ഫീലിംഗ് കിട്ടില്ല. അത് സത്യമാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ക്രിയേഷൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വേറെ പുറത്തുനിന്ന് എഴുതിയുണ്ട് ഒരു ഡിവോഷണൽ സോങ്ങിൽ അങ്ങനെയൊക്കെ വേണ്ടി പുറത്തുള്ള ആൾക്കാർക്ക് എഴുതിയിട്ടുണ്ട്. അല്ലാണ്ട് കൂടുതൽ ഹസ്ബൻഡ് ആയതുകൊണ്ട് എനിക്ക് വേറെ ടെൻഷനോ അങ്ങനത്തെ വേറെ സ്ട്രെസ്സോ ഒന്നും ഇല്ല. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇരുന്ന് എഴുതാം. അതൊക്കെ നല്ലതാണ്. പിന്നെ പാട്ട് എപ്പോഴും എന്റെ ലൈഫിലാണെങ്കിൽ എനിക്ക് നന്നായി പാട്ട് ഞാനും എൻജോയ് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സപ്പോസ് ഇത് മാത്രം കേൾക്കുള്ളൂ. അങ്ങനെ എന്നാലും പാട്ട് ഞങ്ങൾ രണ്ടുപേരും ലൈഫില് എപ്പോഴും നല്ലൊരു കാര്യമായിരുന്നു. മേ ബി അതായിരിക്കാം ഒന്നുകൂടി ഞങ്ങളെ ജെല്ല് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനം തോന്നുന്നു. ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.